So in the morning class we were studying about adaptations. Adaptation കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? So adaptations ഓരോ ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ സറൗണ്ടിങ്ങിൽ ഹാബിറ്റേറ്റിൽ താമസിക്കുന്ന ജീവിക്കുന്ന പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ആ ഒരു സറൗണ്ടിങ്ങിൽ ജീവിക്കാനുള്ള അഡോപ്റ്റേഷൻസ് അതിനുണ്ടാകും. അതിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിനാണെങ്കിൽ പ്ലാന്റ്സിന്റെ സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകും, ലീവ്സിലായിട്ടോ പിന്നെ സ്റ്റെമ്മിലായിട്ടോ റൂട്ട്സിലൊക്കെ ആയിട്ട്. സോ ഫസ്റ്റ് വിൽ സ്റ്റഡി അഡോപ്റ്റേഷൻ ഇൻ ഡെസേർട്ട് ഹാബിറ്റ്സ്. Animals and plants which live in deserts, what type of adaptations are there for them to live in such a climatic condition? We know that in deserts it is too hot, isn't it? They get very less rainfall. In area of desert they get very less rainfall, once in a year or twice or once in 2 years, once in 3 years, like that only they will get rain. But light on ആക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. ഓക്കെ, വസുദേവ അവിടെ ലൈറ്റ് പണിയുന്നുണ്ട്, എൻ്റെ ലൈറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ശരി, അപ്പം ഡെസേർട്ടിൽ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ആണ് അല്ലേ, ഭയങ്കരമായിട്ട്. അതുപോലെ ഡ്രൈ ആണ് അവിടെ, ഭയങ്കര ഡ്രൈ ആണ് തന്നെ, മഴയില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ സാൻഡ് ആണ് അവിടെ കൂടുതലും, ഡെസേർട്ടിൽ സാൻഡ് ആണുള്ളത്. സോ അവിടുത്തെ പ്ലാന്റ്സിനും അനിമൽസിനുള്ള അഡോപ്റ്റേഷൻസ് ടു ലീവ് ഇൻ സച്ച് climatic condition and soil and all. Okay, first in desert the temperature is high and there is a shortage of water. You know that temperature is very high and it doesn't rain at all there, so there will be shortage of water. Some of the adaptations found in desert plants are as follows. We know that most of the plants that we can find, very less only plants are there, but among that most plants are cactus. കാക്ടിയാണ്, മരിപ്പച്ച എന്ന് പറയുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ മരിപ്പച്ച. There are different types of cactus. I think before I had shared a video or a picture of different kinds of cactus. Did I share for you in your class or for 7th standard? Yes. ക്ലാസ്സിലാന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 7th വരുന്നത്. അതുകൊണ്ട് അവിടെയും പഠിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷെയർ അല്ല, വീഡിയോ പിക്ചേഴ്സ് ആണ് ഏതോർമ്മ ഷെയർ ചെയ്ത് ഓർമ്മയുണ്ട്, പലതരത്തിലുള്ള കാക്ടസിന്റെ. അപ്പൊ ഈ കാക്ടസിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് എ ലോങ് റൂട്ട്സ്. നമ്മൾ കാക്ടസിനൊക്കെ പറയുന്ന അവിടുത്തെ ആണെങ്കിലും ഏത് പ്ലാന്റ്സിന് അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആർ ഹാവിങ് വെരി ലോങ് റൂട്ട്സ്, സോ ദാറ്റ് ദ റൂട്ട് വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വാട്ടർ. അപ്പൊ വെള്ളത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം അവർക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വലിയ നീളമുള്ള ലോങ് റൂട്ടാണുള്ളത് ഈ പ്ലാന്റ്സിനൊക്കെ. സോ അതുകൊണ്ട് അത് ഡീപ്പായിട്ട് it will go down. പിന്നെ സാൻഡ് ആണ് അല്ലെ, സാൻഡ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട്, അത്ര ഹാർഡ് അല്ലല്ലോ, വളരെ ഈസി ആയിട്ട് ഈ റൂട്ടിന് സഞ്ചരിക്കാൻ പറ്റും, ഡീപ്പ് ആകാൻ താഴോട്ട് പോകാൻ പറ്റും. മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് ലോങ് റൂട്ട്സ് ദാറ്റ് പെനട്രേറ്റ് ഡീപ്പ് ഇൻസൈഡ് ദ സോയിൽ ഇൻ സെർച്ച് ഓഫ് വാട്ടർ. മെനി പ്ലാന്റ്സ് സച്ച് as cacti have fleshy stems to store water. ഇനി അടുത്തൊരു സ്ട്രക്ചർ സ്പെഷ്യൽ ഫീച്ചർ എന്താന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ആൻഡ് ഓൾ ആർ ഹാവിങ് fleshy stems. What is the meaning of fleshy stems? Fleshy എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടുത്തുള്ള കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ്, ജാക്ക് ഫ്രൂട്ട് ട്രീസ് ആൻഡ് ഓൾ സ്റ്റെംസ് ആർ വെരി ഹാർഡ്, isn't it? ഭയങ്കര ഹാർഡാണ്, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം നമ്മുടെ വീട്ടിലുള്ള മരങ്ങളിലൊക്കെ. പക്ഷെ ഈ കാക്ടസിന്റെ ഒക്കെ എന്താന്ന് വെച്ചാൽ സ്റ്റെംസ് ആർ വെരി ഫ്ലഷി, വളരെ ഫ്ലഷ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ മാംസം പോലെ തോന്നും. അത് ഇറ്റ് വിൽ സ്റ്റോർ വാട്ടർ, വെനെവർ ഇറ്റ് ഗെറ്റ്സ് വാട്ടർ ഇറ്റ് വിൽ സ്റ്റോർ ദെയർ. അതായത് അതിനെപ്പം വെള്ളം കിട്ടുന്നതെല്ലാം ഈ സ്റ്റെമ്മിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇന്നത്തേന് മാത്രമുള്ള എടുത്തിട്ട് ബാക്കി പിന്നെ എപ്പോഴേലും മഴ പെയ്യുമ്പോൾ എടുക്കാം, ആ രീതിയിലല്ല. when it rains there അല്ലെങ്കിൽ whenever it gets water it will store it. So fleshy stems to store water, they are called succulent plants. The stem is also covered with a thick waxy layer that helps to retain water. So നമുക്കറിയാം ഓരോ പ്ലാന്റ്സിന്റെയും നമുക്ക് we studied that all the plants roots will absorb minerals and water from the soil and then it will make use of the water for photosynthesis, means to make food. And all this water it doesn't want. ഈ റൂട്ട് കളക്ട് ചെയ്യുന്ന മൊത്തം വെള്ളവും ഈ പ്ലാന്റിന് ആവശ്യമില്ല. ബാക്കി എന്ത് ചെയ്യും? The rest of the water will be sent out through the pores. Pores means what? Small pores എന്ന് പറഞ്ഞാൽ holes, small holes of the leaves. ചെറിയ ഹോൾസ് ഉണ്ട്, പോർസ്, അതിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റോ.
ഈ സ്റ്റൊമാറ്റോയിലൂടെ ഓരോ പ്ലാന്റിന്റെയും ആവശ്യത്തിലധികമുള്ള വെള്ളം പുറത്തേക്ക് പോകും, ബാഷ്പീകരണം നടക്കും, കണ്ടൻസേഷൻ. Now we just think about us. How much water daily we drink? Morning we take a tea or coffee or milk. Then after during breakfast we'll drink water again and again. In between and all we'll be drinking water. But all this water is not necessary for us. ഈ വെള്ളം മൊത്തം നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ബോഡി യൂസ് ചെയ്തിട്ട് the rest of the water will be sent out as a waste. Maybe you passing the urine or through sweats. മൂത്രം ഒഴിക്കുന്നതിലൂടെ വേർപ്പിലൂടെ ഒക്കെ ആയിട്ട് നമ്മുടെ ബാക്കി ആവശ്യമില്ലാത്ത വെള്ളം പുറത്തോട്ട് പോകും. ഇതേ മെത്തേഡ് പ്ലാന്റ്സിലും ഉണ്ട്. പ്ലാന്റ്സിലും ആവശ്യത്തിലധികം വെള്ളം ഈ റൂട്ട്സ് കളക്ട് ചെയ്യും, പക്ഷെ അത്രയും പ്ലാന്റിന് ആവശ്യമില്ല. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ലീവ്സിന്റെ പോർസിൽ കൂടി സ്റ്റൊമാറ്റോയിലൂടെ പുറത്തേക്ക് വിടുന്നു. ലൈക്ക് ദ സെയിം വേ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ കാക്ടസ് പ്ലാന്റിനൊക്കെ ആണെങ്കിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, മെഴുകു പോലത്തെ ഒരു കോട്ടിങ്. ആ കോട്ടിങ് ഇങ്ങനെ വെള്ളം അധികം നഷ്ടപ്പെടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ സ്റ്റെം ഈസ് ഓൾസോ കവേർഡ് വിത്ത് എ തിക്ക് വാക്സി ലെയർ ദാറ്റ് ഹെൽപ്സ് ടു റിറ്റെയിൻ വാട്ടർ. High temperature cause great water loss from leaves. To prevent this, leaves in cactus are reduced to spine. സ്പൈൻ എന്ന് പറഞ്ഞാൽ ഇലയില്ലാത്ത രീതിയിൽ. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ഈ കാക്ടസിന്റെ ചിത്രത്തിൽ നോക്കിക്കേ, ഹൗ ഡസ് ഇറ്റ്, അതൊരു എന്താ പറയണ്ട, ഒരു ഫ്രൂട്ട് പോലെ നമുക്ക് തോന്നുന്നത് അല്ലേ? 1 സെക്കൻഡ്. See, this is cactus, picture of cactus, different kinds of cactus. This is one model, this is another model, this is another model. See, താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുണ്ട് ഒരുപാട് മോഡലുകൾ, ഡിഫറെന്റ് മോഡൽസ്. നമ്മൾ ഇതൊന്നും പകുതിയും കണ്ടിട്ടില്ല, നമ്മൾ ചിത്രങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത പകുതി മോഡൽ. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, ചിത്രങ്ങളിൽ പോലും കണ്ടിട്ടില്ല ആക്ച്വലി. ഈ ടൈപ്പ് ഏകദേശം എൻ്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, പക്ഷെ ഇതിന് മുള്ളൊന്നുമില്ല, ഇതുപോലത്തെ മുള്ളൊന്നുമില്ല. ഇനി നോക്കിക്കേ വേറൊരു ടൈപ്പ്. ഇതൊക്കെ എന്ത് ഭംഗിയെ കാണാനല്ലേ? ഇതൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയാണ്. സി വെരി നൈസ്, isn't it? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കാക്ടസ് ആർ ദർ. ദിസ് ടൈപ്പ് ആണ് എൻ്റെ വീട്ടിലുള്ളത്, പക്ഷെ മുള്ളില്ല. ഇതിന്റെ പ്ലെയിൻ ഉണ്ട്, പക്ഷെ മുള്ളില്ലാത്തതാണ്. ഞാൻ ഒരിക്കലും ആതിരനെ കാണിച്ചു കൊടുത്തു എൻ്റെ വീട്ടിൽ വന്നപ്പം. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് കാക്ടസ്. നോ ലീവ്സ് ഫോർ ദിസ്. ഇതിന് ലീവ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇതില് പൂവൊക്കെ കഴിക്കുന്ന കാക്ടസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കാണാൻ. ഓക്കെ, സീ ദിസ് വൺ ആൻഡ് ഓൾ. ഹാ ലൈക്ക് പംകിൻ. ഈ ടൈപ്പൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, ഇതേപോലത്തെ ഒക്കെ. പക്ഷെ ഇതിന്റെ ഈ ടൈപ്പ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സി ആക്ച്വലി ഇതാണ് അതിന്റെ ലീവ്സ് എന്ന് പറയുന്ന സംഭവം. പക്ഷെ ലീവ്സ് പോലെ ഇല്ല അല്ലേ? So this is known as spines. ഇതിനാണ് നമ്മൾ സ്പൈൻ എന്ന് പറയുന്നത്. For what the spines? The leaf has been turned into or formed into spines to prevent the water loss. ഞാൻ പറഞ്ഞ പോലെ ഇലയുടെ സ്റ്റൊമാറ്റോയിലൂടെ അല്ലെങ്കിൽ ആ പോർസിലൂടെ വെള്ളം നഷ്ടപ്പെടും അല്ലെ? അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാക്ടസ് പ്ലാന്റിലുള്ള അഡാപ്റ്റേഷൻ ആണ് ദിസ് വൺ. ഓക്കെ, so to prevent this, leaves in cacti are reduced to spines. This prevents loss of water by transpiration. ഇങ്ങനെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. Here next page number 114, activity 2, experimental investigation. Here one experimental investigation has been given. Take a potted leafy plant and a potted cactus plant. Take in two potted plants. One is usual normal plants and another one is a cactus plant. അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഒരു കാക്ടസ് പ്ലാന്റും പിന്നെ വേറെ ഏതെങ്കിലും ഒരു പോട്ടിൽ വളർത്തുന്ന ചെടിച്ചട്ടി വളർത്തുന്ന വേറൊരു പ്ലാന്റും കൂടെ എടുക്കുക. എന്നിട്ടോ tie polythene bags to some parts of the two plants as done in activity 9 chapter 8. നമ്മൾ ചാപ്റ്റർ 8 നമ്മൾ കണ്ടതാണ്. ഒരു ഇലയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കവറും കൊണ്ട് കെട്ടി വെക്കാൻ പഠിച്ച ഒരു എക്സ്പെരിമെന്റ് ചെയ്ത ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ വെള്ളം, അതായത് ഇവാപറേഷൻ നടക്കും, ട്രാൻസ്പിരേഷൻ നടക്കും നമ്മൾ പഠിച്ചു. അപ്പം കുറച്ച് സമയം ഇത് രണ്ടിന്റെയും ഓരോ ഇല
അല്ല ഇപ്പം കാക്ടസിന്റെ ഇല എന്ന് പറയുന്നത് അതിന്റെ സ്പൈൻസ് ആണ്. സ്പൈൻസും ഒരു സ്പൈനും പിന്നെ ഒരു സാധാരണ നമ്മൾ മറ്റു പ്ലാന്റിന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, റോസ് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ലീവ്സും ഒരു ഓരോരോ കവർ എടുത്ത്, പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇല ഇങ്ങനെ മൂടി കെട്ടി വെക്കുക. Then after few hours, maybe 4 or 5 or 6 hours, after that we can see that when we see, അപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോളിത്തീൻ കവറിൽ വാട്ടർ വേപ്പർ കാണാൻ പറ്റും. അതായത് ഈ ഇലയുടെ സ്റ്റൊമാറ്റോയിലൂടെ എസ്കേപ്പ് ചെയ്യുന്ന വാട്ടർ വേപ്പർ, പുറത്തു വരുന്ന വെള്ളം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാച്ച് ദ ലീവ് ദ പ്ലാന്റ്സ് ഇൻ സൺ ഫോർ ഫ്യൂ അവേഴ്സ്. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാട്ടർ കളക്റ്റഡ് ഇൻ 2 പോളിത്തീൻ ബാഗ്സ്? ഇൻ വിച്ച് കേസ് ഈസ് ലെസ് വാട്ടർ കളക്റ്റഡ്? ഏതിലായിരിക്കും വെള്ളം കുറവ് നഷ്ടപ്പെടുന്നത്? കാക്ടസിൽ. ബിക്കോസ് കാക്ടസിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അധികം ജലം നഷ്ടപ്പെടാതെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അതിൽ ലീവ്സ് അല്ല, ഇൻസ്റ്റഡ് സ്പൈൻസ് ആണുള്ളത്. ബട്ട് ഇൻ അതർ പ്ലാന്റ്സിൽ ലീവ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ പോർസിലൂടെ വെള്ളം നഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ആനിമൽ ലൈഫ് ഇൻ ഡെസേർട്ട്. ഹൗ ദ അനിമൽസ് വിച്ച് ലീവ് ഇൻ ഡെസേർട്ട് ആർ അഡോപ്റ്റഡ് ടു live in such climatic condition. Many desert animals and insects survive the heat of the day by staying in burrows deep inside the sand during the day. They come out only at night when it is cool. Examples are rats and snakes. സ്നേക്ക് പിന്നെ അല്ല, സോറി, ക്യാമൽസ് പകലൊക്കെ പിന്നെയും നടക്കും. പക്ഷെ അതർ അനിമൽസ് ലൈക്ക് സ്നേക്ക്, റാറ്റ്സ് ആൻഡ് ഓൾ, വാട്ട് ദേ വിൽ ഡു ഡ്യൂറിങ് ദ ഡേ, ദേ വിൽ സ്റ്റേ ബാക്ക് ഇൻ ദെയർ ഹോൾസ് ഓർ ബ്യൂറോസ്. അവരുടെ ഷെൽട്ടറിനുള്ളിൽ അവർ കഴിയും പകൽ സമയത്ത്. കാരണം പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ ഒരുപാട് ചൂടാണ്, അവരുടെ ബോഡിയിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ നടക്കും, കാരണം വെള്ളമില്ല അവർക്ക്. അതുകൊണ്ട് ഡ്യൂറിങ് ദ ഡേ ദേ വിൽ സ്റ്റേ ബാക്ക് അറ്റ് ദെയർ ഷെൽട്ടേഴ്സ് ആൻഡ് അറ്റ് നൈറ്റ് ദേ വിൽ കം ഔട്ട്. So don't travel in a desert jungle at night because snake control will come out during night. Okay, പകൽ സമയത്തൊക്കെ പോണെങ്കിൽ പോയാൽ മതി. പക്ഷെ രാത്രിയിലാണ് ഇത്തരം ജീവികളൊക്കെ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താണ്? What is the reason for that? Because during the day if they come out of the shelter and if they walk outside, what happens? Dehydration may take, because they may not get water. അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിയല്ല അല്ലേ? അപ്പം during the day they will stay back at home or in their sheltered burrows and all. Then at night they will come out. Okay, നൈറ്റ് ടൈമിൽ ഇത് കൂളായിരിക്കും. ഡെസേർട്ടിലൊക്കെ നൈറ്റ് ചൂടില്ല, നൈറ്റ് കൂളായിരിക്കും. A camel has several adaptations to help it survive in deserts. It has a hump where fat is stored. So first one is ക്യാമലിനുള്ള ഒരു അഡാപ്റ്റേഷൻ എന്താ? ഹാസ് എ ഹംബ്. ഹംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമലിന്റെ പുറത്തുള്ള വലിയ മുഴ പോലത്തെ സാധനം, ഹംബ്. And what is their fat is stored. This provides it with the food in times of shortage. It can therefore live without food for several days. നല്ല മിടുക്കൻ അല്ലേ? നമുക്കിവിടെ ഒരു ദിവസം ഭക്ഷണമില്ലാതെ വന്നു കഴിഞ്ഞാൽ അന്ന് ബോധക്കേടും പരിവേഷമാണ്. പക്ഷെ ക്യാമലിനൊക്കെ നോക്കിയേ, ഇറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഫുഡ് ഫോർ മെനി ഡേയ്സ്, സെവറൽ ഡേയ്സ്, നിയർലി 20-25 days and all it will live without food. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെങ്ങാനും ആണെങ്കിലോ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കാതിരുന്ന രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നേനെ അല്ലേ? പക്ഷെ ക്യാമലിന്റെ ഫെസിലിറ്റി എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ഹംബ്. അതിന് ഹംബ് ഉണ്ട്. ഹംബ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായില്ലേ? ക്യാമലിന്റെ this one is hump. Okay, in this what is there? ഈ ക്യാമലിന്റെ ഈ ഹംബിൽ എന്താ ഉള്ളത്? സ്ക്രീൻ ഷെയർ ചെയ്തില്ല. സ്ക്രീൻ ഷെയർ ചെയ്തില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെയിറ്റ്, ഞാനിവിടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു, സോറി. See, hump. What is there in that hump? Fat is stored. This was me right after I started my business. You see, starting my business, that was easy, but maintaining it... Did you know that camels used to live in the Arctic tundra? Yes, camels.
walking around on ice and snow. It's true. In 2013, scientists announced they'd discovered mummified leg bones on Ellesmere Island, which belonged to the ancestors of modern-day 1- and 2-humped camels. In fact, enduring the frigid tundra is how scientists think camels got their iconic hump in the first place, because what's inside helped them survive in an age when many other animals were wiped out. What's inside a camel's hump is fat, and a lot of people think it's water, but it's certainly not. It's fat, and For example, will eat camel fat to survive. they suffer a lot from periods of extreme drought. And I have seen these people, they go completely limp and flop over the side of the camel's backbone. Now, since we know that fat is what makes up the hump instead of water, that got us wondering, okay. This is in desert. how do camels stay hydrated in such dry climates? Well, they have unique blood cells that run throughout their entire body, including a few in the hump itself. These blood cells are extremely elastic, perfect for holding a lot of water. Camels can drink up to 115 liters in about 10 minutes. Expanding ആദ്യം കണ്ട ക്യാമലിനെ കണ്ടു കഴിഞ്ഞാൽ മാമോത്തിനെ പോലെയുണ്ട്. അങ്ങനത്തെ ഒരു ക്യാമലിനെ കണ്ടിട്ടേ ഇല്ല. അത് പോളാർ റീജിയനിൽ താമസിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ബോഡിയിൽ ഈ ഹമ്പ് ഉള്ളത് കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ സ്റ്റോർ ഫാറ്റ്. So it can live without food and water for many days. Okay, next. It can therefore live without food for several days. It can drink a very large quantity of water at a time and then stay without water for a long time. So camel can drink a lot of water, not 1 or 2 glasses of water. If it gets 115 ലിറ്റർ കുടിക്കും. 10 മിനിറ്റോടെ 115 ലിറ്റർ കുടിക്കും. ഇനി അതിലും കൂടുതൽ കിട്ടിയാലും ഒന്നിച്ചു പിന്നെയും കുടിച്ചോളും. കാരണം അതിനറിയാം ഇപ്പൊ കുടിച്ചില്ലെങ്കിൽ പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ വെള്ളം കിട്ടുകയുള്ളൂ എന്ന്. കാരണം മഴ പെയ്യാറില്ല, പിന്നെ ഓയാസിസ് കണ്ടാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതിന് വെള്ളം കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഇഷ്ടം പോലെ കുടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. സോ ഇറ്റ് ക്യാൻ live without water for a long time. Next, it excretes very little water in the form of urine. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് എക്സ്ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് വെരി ലിറ്റിൽ എമൗണ്ട് ഓഫ് യൂറിന്, കുറച്ച് വെള്ളം മാത്രമേ പോവുകയുള്ളൂ, മൂത്രം ഒഴിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഒരുപാട് ജലം നഷ്ടമാകുന്നില്ല. കുടിക്കുന്ന വെള്ളത്തിൽ മൊത്തം, നമ്മളൊക്കെ ആണെങ്കിൽ വെള്ളം ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? വി വിൽ എക്സ്ക്രിയേറ്റ് ആസ് യൂറിന്. നമ്മളത് മൂത്രം ഒഴിച്ച് മൊത്തം പോകും അല്ലെ? കൂടുതൽ വെള്ളം കുടിക്കുന്ന ദിവസം കൂടുതൽ തവണ നമ്മൾ മൂത്രം ഒഴിക്കാറുണ്ട് അല്ലെ? But this camel, even though if it drinks a lot of water, it does not excrete more water as waste. Okay. Next, besides, its dung is dry and it does not sweat. It thus loses very little water from its body. And its dung. What is the meaning of dung? D-U-N-G. Dung means cow dung എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചാണകം അല്ലെ? അപ്പൊ ഒട്ടകത്തിന്റെ ചാണകവും ഇതുപോലെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഉണങ്ങി പിടിച്ചിരിക്കും. കാരണം അതിലൂടെയും വെള്ളം വേസ്റ്റ് ആയിട്ട് കളയുന്നില്ല. ഇതിലോട്ട് ലൂസ് ആയിട്ട് ഡൈജഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ഡങ് ഈസ് വെരി ഡ്രൈ ആൻഡ് ഡസ് നോട്ട് സ്വെറ്റ്. അതിന് വേർക്കാറുമില്ല. നല്ല ഗുണം അല്ലെ? വേർക്കാറുമില്ല, കുളിക്കാറുമില്ല. It thus loses very less water from its body. So it doesn't lose much water from its body. First thing, when it gets water and food, it will eat well and it will drink well. So it can live in deserts and or in any place for many days without even food and water. It has hump. Fat is stored. So this fat will be utilized when it is having no food. And it does not sweat at all. Then it excretes very less water as urine. So water loss is not there. ഇതിന് വേർക്കാറില്ല, ഇത് അധികം മൂത്രം ഒഴിച്ച് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുത്താറില്ല. പിന്നെ ഇതിന്റെ ഡങ്ക് ഈസ് ഡ്രൈ. അതിന്റെ ചാണകം നല്ല ഡ്രൈ ആയിരിക്കും, ഉണങ്ങിയിരിക്കും, കട്ടിയിരിക്കും. Okay. It has long legs that keep its body away from the heat of the sand. This camel has a long leg.
So since the camel is having long leg, it keeps away from the land, sand ചൂടായിട്ടിരിക്കുക. ആ സാൻഡിൽ നിന്നും കുറേ കൂടെ ഹൈറ്റ് ആണ് ഇതിന്റെ ബോഡി വരുന്നത്, കാരണം ലോങ് ലെഗ് ഉണ്ട്. സോ ഇതിന്റെ ബോഡിയിലേക്ക് ഒരു പരിധി കൂടുതൽ ഒരുപാട് ചൂടടിക്കത്തില്ല. Its feet have large soles and are suitable for walking on soft land. അപ്പൊ നമുക്കറിയാം സാൻഡിലാണെങ്കിൽ ഈ സാൻഡ് എന്ന് പറയുമ്പോൾ മണൽത്തരികൾ ഇങ്ങനെ ഒരു എന്താ പറയുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ളത്. നമ്മൾ സാധാരണ ലാൻഡിൽ കൂടെ നടക്കുന്ന പോലെ നമുക്കൊരു ബീച്ചിൽ ചെന്നിട്ട് ഈ സാൻഡിലൂടെ നടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് ചെന്നിട്ട് അവിടെയുള്ള മണലിൽ കൂടെ നമുക്ക് എപ്പോഴും നടക്കുന്ന പോലെ ഓടുന്ന പോലെ അത്ര സ്പീഡിൽ പറ്റില്ല അല്ലേ, ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ബട്ട് ഈ ക്യാമലിന്റെ ഫീറ്റിനുള്ള പ്രത്യേകത എന്താണ്? ലാർജ് സോൾസ്. അതിന് വിരൽ പോലെ ഫിംഗേഴ്സ് പോലെ ഇല്ല, അതിന്റെ കാലിന്റെ സോൾസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഏബിൾ ടു ഓർ ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ വാക്കിംഗ് ഇൻ സാൻഡ്സ്. നെക്സ്റ്റ്, അഡോപ്റ്റേഷൻ ഫോർ വാട്ടർ ഹാബിറ്ററ്റ്സ്. ഓക്കെ, ഡെസേർട്ട് അനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും മനസ്സിലായില്ലേ? അഡോപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? അവരവിടെ ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ ബോഡി അത് എങ്ങനെയൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തതെന്ന്. അവർക്ക് അധികം വേർക്കാറില്ല. പിന്നെ അതിന്റെ ഡങ്ക് എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് എക്സ്ക്രിയേറ്റ് മോർ വാട്ടർ ഫ്രം ഇറ്റ്സ് ബോഡി ആസ് യൂറിൻ. Then it can store a lot of water when it gets, and then it can live without water or food for many days, several days. And animals, they may not come, they are not coming out during the day. They will stay back in their shelter during the day, and at night when it is cool they comes out. പകല് ചൂടുള്ള സമയത്ത് ഷെൽട്ടറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിനുശേഷം അവര് രാത്രിയിൽ പുറത്തിറങ്ങും. അങ്ങനെയൊക്കെ വരും. വെള്ളത്തിൽ ജീവിക്കാൻ ഒരു അഡാപ്റ്റേഷൻ വരും. എന്താ ജസ്റ്റസേ അൺമ്യൂട്ട് ആൻഡ് പറ, അൺമ്യൂട്ട് ആൻഡ് സേ. പിന്നെ എന്താ തലപറ പറയുന്നേ? നീ എന്തൊക്കെയോ അവിടെ ഇരുന്ന് 90 കഴിഞ്ഞ് തൊണ്ടനപ്പൂപ്പിന്റെ വീട്ടിലിരുന്ന് പറയുന്നുണ്ടല്ലോ. Okay, next, adaptation for water habitats. Animals which live in water. Organisms living in water have to adapt themselves to several factors such as breathing in water, movement of water, pressure of water, and less light. Okay, so we know that we people, we cannot live in water, isn't it? If we fall in, എന്താ ചുവാൻ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, ഗുസ്തിപിടുത്തം പോലെ. Okay, if we fall in water, what will happen? If we don't know to swim, what will happen? We will sink into the water and we'll be drawn in the water and we'll be die, isn't it? Because we cannot breathe in the water. But animals which live, organisms that live in water have a special breathing structure, so they can breathe properly in the water and they are not in danger there. And several factors such as breathing in water, movement of water. വെള്ളത്തിലൂടെ നമ്മൾ ഓടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ കളിക്കുകയൊക്കെ ചെയ്യല്ലേ, പുഴയിലൊക്കെ തോട്ടിലോ പുഴയൊക്കെ ഉണ്ടെന്നില്ല അവിടേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ ഓടി കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. തോട്ടിലൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയിലൂടെ ഓടുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിലൂടെ ഓടാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇറ്റ് ഈസ് ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പഴയതുപോലെ അല്ലെ നമ്മൾ ലാൻഡിലൂടെ ഓടുന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇനി ഒന്ന് ഓർത്ത് നോക്കിയേ, ദിസ് മെനി സ്മോൾ ഫിഷസ്, സ്മോൾ ഫിഷസ്, how those fish move in big oceans. വലിയ ഓഷനിൽ അതാ പറഞ്ഞ അതിന്റെ അഡോപ്റ്റേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂവ്മെന്റ് ഓഫ് വാട്ടർ, പ്രഷർ ഓഫ് വാട്ടർ ആൻഡ് ലെസ് ലൈറ്റ്. വി നോ ദാറ്റ് ഇൻ റിവേഴ്സിലൊക്കെ പിന്നെ ഉണ്ട്, വലിയ കാടും മലയൊന്നും അല്ലെന്നറിയ തന്നെ അത്ര കുറച്ചൊക്കെ വെളിച്ചം കിട്ടും. പക്ഷെ ഓഷനിലെ ഡീപ്പ് ഓഷനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ വെളിച്ചമില്ല. അപ്പൊ ആ ലൈറ്റ് ഒന്നും ഇല്ലാത്തടത്ത് അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ളത് നോക്കാം. Plant life. Some adaptations in water plants are as follows. Their roots are much reduced in size. So the plants which are aquatic plants, plants which live in water are known as aquatic plants. These aquatic plants roots are very small. അധികം വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടുത്തെ തെങ്ങുമരത്തിന്റെയും ഒക്കെ പോലെ. നമ്മുടെ ഇവിടെ ഒരു തെങ്ങുമരം ഉണ്ടെങ്കിൽ തെങ്ങുമരത്തിന്റെ വേര് നമ്മൾ അപ്പുറത്തെ പറമ്പിൽ ചെന്നാലും കാണും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഭയങ്കരമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോക്കനട്ട് ട്രീയുടെ റൂട്ട്സ് ആർ വെരി ലോങ് വൺ. അപ്പുറം അങ്ങനെ കുറെ ഒരു 10-15 മീറ്റർ അപ്പുറത്തേക്കുന്ന തെങ്ങിന്റെ വേര് വരെ ഇപ്പുറത്തോട്ട് വരും. ഓക്കെ. The roots are much reduced in size since their main function is to hold the plants in place.
അപ്പം റൂട്ടിന്റെ ഒരു പ്രധാന ജോലിയാണ് അതിനെ പിടിച്ച് വെള്ളത്തിൽ നിർത്തുക എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു ജോലിയിൽ കാരണം വെള്ളത്തെ അന്വേഷിച്ച് പോകണ്ട, വെള്ളത്തിൽ ഓൾറെഡി ഉള്ളത്, അതുകൊണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള വാട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും വേണ്ട. The stems are long and narrow to withstand water currents without getting damaged. For example, water lily. അതിന്റെ സ്റ്റെംസ് എന്നൊക്കെ പറയുന്നത് നാരോ ആയിരിക്കും, അധികം വലിയ കനമൊന്നും കാണിയല്ല, മരം ഒന്നും കാണാറില്ല വെള്ളത്തിൽ അല്ലേ. Can we find any trees in water? Big trees ഇല്ല, small plants ആണ് നമ്മൾ സാധാരണ കാണുന്നത് അല്ലേ. Trees will be there on the bank of rivers and all, but not in water. വെള്ളത്തിനകത്തായിരിക്കല്ല അത് വളരുന്നത്. Stems have air space to enable the plant to float. ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്റ്റെംസ് ഉണ്ട്. സ്റ്റെംസ് ആറ് ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് ലീവ്സ് ആർ ലാർജ് ആൻഡ് ഫ്ലാറ്റ്. They have waxy upper surface to make them waterproof. ഇനി ഈ പറയുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ ലീവ്സ് എങ്ങനെയാന്ന് വെച്ചാൽ സംവാട്ട് വാക്സി ആയിരിക്കും. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വാക്സി? വാക്സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വാക്സ് മെഴുക് പോലെയായിരിക്കും. അതായത് അതിൽ വെള്ളം വീണ് കഴിഞ്ഞാല് ചീഞ്ഞളിഞ്ഞു പോകാം. നമുക്കറിയാം നമ്മുടെ ഒരു പ്ലാന്റിന് സ്ഥിരമായിട്ട് കുറെ ദിവസം ഒരു 3-4 ദിവസം വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലീഫിനൊക്കെ എന്താ സംഭവിക്കുന്നത്? ചീഞ്ഞളിഞ്ഞങ്ങ് പോകും അല്ലേ. ഓക്കെ. സാധാരണ നമ്മുടെ ലാൻഡിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മളിപ്പം നടാൻ വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് വന്ന് ഒരു ബക്കറ്റിനകത്തിട്ട് വെച്ചു, നടാൻ മറന്നുപോയി. ഒരു 5-6 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ബക്കറ്റില് ആ വെള്ളത്തിനകത്ത് വന്നിരുന്ന ലീവ്സ് എല്ലാം ചീഞ്ഞിട്ടുണ്ടാകും. ബട്ട് ഈ അക്വാട്ടിക് പ്ലാന്റ്സിന് സാധാരണ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ലീവ്സിന് ഒന്നും സംഭവിക്കുന്നില്ല. ബിക്കോസ് ദ ലീവ്സ് ആർ ഹാവിങ് എ വാക്സി കോട്ടിങ്. ഒരു വാക്സി കോട്ടിങ് ഉണ്ട്, അതുകൊണ്ട് വെള്ളം ആ ലീഫിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, ചീഞ്ഞളിഞ്ഞ് പോകുന്നില്ല. Floating leaves are large and flat. They have waxy upper surface to make them waterproof. They have stomata on the upper surface which are exposed to air. For example, water lily. Water lily ഒക്കെ നോക്കിയേ, അതിന്റെ മേളിലാണ് അതിന്റെ സ്റ്റൊമാറ്റോ ഉള്ളത്. സാധാരണ മറ്റു പ്ലാന്റ്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആ പോർസ് വെള്ളം നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകാനുള്ളത് ഏറ്റവും ഡൗൺ പാർട്ടിലാണ്. ഒരു ലീഫിന്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഉണ്ട്. യൂഷ്വലി നമ്മുടെ ലാൻഡിലൊക്കെ ഉള്ള പ്ലാന്റിന്റെ ലോവർ പാർട്ടിലായിരിക്കും. പക്ഷെ വാട്ടർ അക്വാറ്റിക് പ്ലാന്റിന്റെ ഒക്കെ ലീഫിന്റെ അപ്പർ പാർട്ടിലായിരിക്കും നമ്മുടെ സ്റ്റൊമാറ്റോ ഉള്ളത്. Submerged leaves are long and narrow to withstand water currents without getting damaged. For example, tape grass. ടൈപ്പ് ഗ്രാസിന്റെ ഒക്കെ ഇതുണ്ടോ? വെള്ളത്തിൽ തന്നെ ആണെങ്കിൽ പോലും ലീവ്സ് ആർ ലോങ് ആൻഡ് നാരോ. ഈ വലിയ നീളമുള്ള ഇലകളൊക്കെ ആയിരിക്കും ഈ പിന്നെ ടേപ്പ് ഗ്രാസിനൊക്കെ ഉള്ളത്. അപ്പം വെള്ളത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ അത് നശിച്ചു പോകാതെ, നമുക്കറിയാം പുഴയിലൊക്കെ ആണെങ്കിലും തോട്ടിലൊക്കെ ആണെങ്കിലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ എത്ര വെള്ളം ഒഴുകിയാലും ഈ അക്വാറ്റിക് പ്ലാന്റിനൊന്നും സംഭവിക്കുന്നില്ല. അത്ര ശക്തി അതിന് പേര് പറഞ്ഞു പോയാൽ പറഞ്ഞു പോകും കേട്ടോ. അതർവൈസ് അതിന്റെ ലീഫിനൊന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ആനിമൽ ലൈഫ്. ആനിമൽസ് ലൈക്ക് ഫിഷ്, ക്രാബ് ആൻഡ് all എങ്ങനെയാന്ന് നോക്കാം. Some adaptations in fish and some other water animals are as follows. They have streamlined bodies, rounded in front and narrow at the back. So നമുക്കറിയാം ഒരു ഫിഷിന്റെ ഷേപ്പ് അറിയാം അല്ലെ. സോ മോസ്റ്റ് ഓഫ് ദ they have a streamlined body എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് ഇൻ ഫ്രണ്ടിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും, നാരോ അറ്റ് ബാക്ക്, പുറകില് നാരോ ആയിട്ടായിരിക്കും. This shape reduces resistance due to water and helps them swim fast in water. ഫിഷിന്റെ ഒക്കെ ഷേപ്പ് പോലെ റൗണ്ട് ഫിഷിന് പിന്നെ എന്താ വെച്ചാൽ ഫ്രണ്ടിലും ഒരു കൂർത്ത പോലത്തെ ഷേപ്പാണ് അല്ലേ. ഓക്കെ. എയറോപ്ലെയിനും അങ്ങനെ തന്നെയല്ലേ, പറക്കാൻ, അതായത് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം സാധാരണ മോസ്റ്റ് ഓഫ് ദ അനിമൽസിൽ കാണുന്ന അക്വാറ്റിക് അനിമൽസിൽ കാണുന്നത് ഫ്രണ്ട് ഷേപ്പ് വിൽ ബി റൗണ്ടഡ് ആൻഡ് ബാക്ക് വിൽ ബി നാരോ ആൻഡ് ദിസ് വിൽ ഹെൽപ് ദം ടു swim in the water easily. Their body is covered with scales and mucus to make it waterproof. ഇനി ഈ അനിമൽസിന്റെ ഒക്കെ ബോഡി വാട്ടർ പ്രൂഫ് പോലെയാണ് എന്ന് വെച്ചാല് അതിന്റെ പുറത്ത് തൊലി ഉണ്ടാകും, സ്കെയിൽസ്. ആ തൊലി കൊണ്ട് വെള്ളം അതിന്റെ ശരീരത്തിന് ഉള്ളോട്ട് കയറാതിരിക്കാൻ വേണ്ടി. ഓക്കെ. This also protects the fish and makes movement through the water easier. അപ്പം ഈ വെള്ളത്തിലൂടെ മൂവ്മെന്റ് ഈസി. നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തുന്ന പോലെ ഫിഷ് വെള്ളത്തിൽ കൂടെ എങ്ങനെ നീന്തുന്നത്? വളരെ ഫാസ്റ്റ് ആയിട്ട് നീന്തും അല്ലെ. ഇഫ് യു ഹാവ് പോണ്ട്സ് ആൻഡ് ഓൾ അറ്റ് ഹോം ആൻഡ് ഇൻ പോട്ട്സ്, ഇഫ് യു ആർ ഹാവിംഗ് സം ഫിഷസ് ആൻഡ് ഓൾ, when you give some food for that fish, it will come very fastly.
Very fastly it will come to eat that. But if you try to catch that fish, what will happen? Very fastly it will escape also, isn't it? If you have streams or rivers and all nearby your house or any ponds and all, usually where there is a rivers and streams, children, when they go to take bath and all there, they will take some towels and all, they will try to catch that fish and all in towels. ഓക്കെ, ശ്രീവിഷ്ണു ഒക്കെ ചെയ്യാറുണ്ടോ? തോട്ടിലും പുഴയിലൊക്കെ കുളിക്കാൻ പോയിട്ട് തോർത്തും കൊണ്ടൊക്കെ ഫിഷിനെ പിടിക്കാൻ പോകും അല്ലെ? ഈ ഫിഷിനെ കൈ കൊണ്ട് പിടിക്കാൻ പോയെന്നാ കിട്ടുവോ? കൈ കൊണ്ട് പിടിക്കാൻ നോക്കിയാൽ കിട്ടുവോ? ഇല്ല, ഇല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് അത് എസ്കേപ്പ് ചെയ്യും. സ്ലിപ്പറി ഇറ്റ് ഈസ്, ബോഡി ഈസ് സംവാട്ട് സ്ലിപ്പറി. ഈ സ്ലിപ്പറി എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ അതിനെ പിടിക്കുമ്പോൾ വഴുവഴുത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് ചാടി പോകാൻ വേണ്ടിട്ട് അല്ലെ? ഓക്കെ, സ്ലിപ്പറി ആയിട്ടുള്ളത്. സോ അത് എസ്കേപ്പ് ചെയ്യും. പക്ഷെ നമ്മളുടെ കയ്യിൽ നെറ്റ്, അതർവൈസ് ടവൽസ് ആൻഡ് ഓൾ നമ്മൾ വേണേ പിടിക്കും അല്ലെ? ഓക്കെ. Their body is covered with scales and mucus to make it waterproof. This also protects the fish and makes movement through water easier. They have gills for breathing underwater. They do not have lungs, but they have gills. Gills എന്ന് പറഞ്ഞാൽ എന്താണ്? Their breathing organ. ഫിഷിന്റെ breathing organ ആണ്. So it is gills for breathing underwater. വെള്ളത്തിൽ അതിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് മേലോട്ട് വന്നിട്ടല്ല അത് ബ്രീത്ത് ചെയ്യുന്നത്. അങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? Which aquatic animal breathe at the surface of the water? Whale. Whale. Okay, blue whale. Blue whale അല്ല, whale. എല്ലാ whale-ഉം. ആ വെയില്, നീലത്തിമിംഗലം. തിമിംഗലം എന്തിനാ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ, എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ സർഫേസിലേക്ക് വരുന്നത്? അത് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിട്ട്. ആ വരുന്ന സമയത്ത് നമ്മുടെ ഒട്ടകത്തിനെ പോലെ ഇറ്റ് വിൽ ടേക്ക് എ വെരി ഡീപ്പ് ബ്രീത്ത്. ഭയങ്കര ഒരു വലിയ ഡീപ്പ്, ഒരുപാട് ഓക്സിജൻ അത് ലങ്സിൽ കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നത്, നോട്ട് ത്രൂ ദ ഗിൽസ്. സോ അത് ബ്രീത്ത് ചെയ്ത് ഡീപ്പ് അത് ഓഷനിലേക്ക് പോകും. അതിനുശേഷം അതിന്റെ അറയിൽ സൂക്ഷിച്ചു വെച്ച് ഈ ഓക്സിജൻ എല്ലാം അത് യൂട്ടിലൈസ് ചെയ്യും, ബ്രീത്ത് ചെയ്യും. എന്നിട്ട് വേറൊരു അറയിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. ദെൻ അത് തീർന്നു കഴിയുമ്പോൾ അഗൈൻ ഇറ്റ് വിൽ കം ടു ദ സർഫേസ് ഓഫ് ദ വാട്ടർ. Then what it does, it will send out all the carbon dioxide that is stored in the lung. ആ ലങ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തം പുറത്തി അടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും it will breathe. Again it will breathe. It will take a deep breath. Again it will go in deep into the ocean. അത് ഫിനിഷ് ആവുന്ന സമയത്ത് again വീണ്ടും വരും. Okay. They have flat fins and trails that help them to move, change direction and keep their body balanced in water. Okay. All fish and animals which live in water, like fish, എല്ലാത്തിനും ഇല്ല, but like fish and all are having fins. Fins എന്ന് പറയുമ്പോൾ എന്താണ്? മീനിന്റെ ചിറകിനാണ് fins എന്ന് പറയുന്നത്. Fins and tails. It will help them to move fastly in the or to swim in the water and to turn its direction. അതിന്റെ സൈഡ്, അതിന് ഒരു സൈഡിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലേക്ക്, വേറൊരു ദിശയിലേക്ക് മാറി സ്വിം ചെയ്യണമെങ്കിൽ അതിന്റെ ഫിൻസ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഫിഷ്. ഇവിടെ നോക്കിയേ, ബ്ലോ ഹോൾ ഓഫ് ഡോൾഫിൻ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടോ നിങ്ങള്? പേജ് 115 തേർഡ് പിക്ചർ. ഫസ്റ്റ് 4 pictures have been given in one line. അതിലെ തേർഡ് പിക്ചർ നോക്കിയേ, ബ്ലോ ഹോൾ ഓഫ് എ ഡോൾഫിൻ എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഡോൾഫിന്റെ ചിത്രങ്ങൾ, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഡോൾഫിൻ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ വലിയ കുറേ വെള്ളം ഇങ്ങനെ ഒറ്റ കുതിപ്പിന് പുറത്തോട്ട് വരുന്നത് അല്ലേ? എന്തുകൊണ്ട് അതാകുന്നത്? അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗിൽസിലൂടെ, ബ്രീത്ത് ചെയ്യുന്നത് ലങ്സിലൂടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഒറ്റ അടിക്ക് പുറത്തോട്ട് വിടുമ്പോൾ വെള്ളം എല്ലാം ചീറ്റി തെറിച്ച് വരുന്നതാണ്. ഓക്കെ. They have an air bladder that helps them to float in water. ഇനി അനദർ വേറെ ഒരു പ്രത്യേകത, എയർ ബ്ലാഡർ ഉണ്ട്. എയർ ബ്ലാഡറിൽ എയർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാന് ഫ്ലോട്ട് ഇൻ വാട്ടർ, വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ പറ്റും. സം സീ അനിമൽസ് സച്ച് ആസ് സ്ക്വിഡ്സ് ആൻഡ് ഓക്ടോപസസ് ഡു നോട്ട് ഹാവ് സ്ട്രീംലാൻഡ് ഷേപ്സ്. ഓക്ടോപസിന്റെ ഒക്കെ ഷേപ്പ് നോക്കിയേ, സ്ട്രീംഡ് ഷേപ്പ് അല്ല, റൗണ്ട് അല്ല അല്ലേ? ഓക്കെ. They reduce moving around in water by staying deeper in the ocean near the seabed. So idantu cheyunu, they reduce moving around in water by staying deeper in the ocean near seabed. There
they catch any prey that moves towards them. When they move in water, they make their bodies streamlined. ഓക്കെ, അവർ അധികം ഡീപ്പായിട്ട് പോകാറില്ല, എന്നിട്ട് അവിടെ അവർക്ക് ആവശ്യമുള്ള ഇരേനെയൊക്കെ പിടിച്ചു. പിന്നെ ഇത് ഇനി ഇൻ കേസ് വെൻ ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ദ വാട്ടർ, അതായത് വെള്ളത്തിലേക്ക് ആഴത്തിൽ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? they will make their body streamlined. അതർവൈസ് ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ ഓക്ടോപസിന്റെ ഒക്കെ ചിത്രം കണ്ടോ, ആ രീതിയിൽ തന്നെ ഫിഷിനെ പോലെ തന്നെ മൂവ് ചെയ്യും. Some sea animals such as dolphins and whales do not have gills to breathe underwater. So dolphin and whales and all do not have a skills. Sorry, നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഗിൽസ് ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഹാസ് ലങ്സ്. സോ വാട്ട് ഹാപ്പൻസ്? ലങ്സ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ലങ്സിലൂടെ ബ്രീത്ത് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ചിത്രമാണ് നമ്മൾ മേളിൽ കാണുന്നത്. ഫ്രോഗ്സ് യൂഷ്വലി ലിവ് ഇൻ പോണ്ട് ഹാബിറ്ററ്റ്സ്. They can stay both inside the pond water and on land. They have strong back legs that help in leaping and catching prey. They have webbed feet that help them to swim in water. അപ്പോൾ ഫ്രോഗിനെ സംബന്ധിച്ചിടത്തോളം ഫ്രോഗ് ലാൻഡിലാവുമ്പം ലങ്സ് ഉപയോഗിക്കും, ബട്ട് വെൻ ഇറ്റ് ഈസ് ഇൻ വാട്ടർ ഇറ്റ് യൂസ് ഇറ്റ്സ് ഗിൽസ് ഓർ അതിന് അത് വെള്ളത്തിലാവുമ്പം വേറെ രീതിയിൽ ബ്രീത്ത് ചെയ്യും. പിന്നെ വെള്ളത്തിലാവുമ്പോൾ അതിന്റെ വെബ്ഡ് ലെഗ്സ് ഉണ്ട് കാലിൽ. നമ്മുടെ വെബ്ഡ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡക്കിന്റെ ഒക്കെ ലെഗ് പോലെ അങ്ങനത്തെ ലെഗ് ആയതുകൊണ്ട് ഫിംഗേഴ്സ് പോലെ ഉള്ളതായതുകൊണ്ട് കൂട്ടി യോജിപ്പിച്ചത്. ഇറ്റ് ക്യാൻ സ്വിം ഇൻ ദ വാട്ടർ. അതർവൈസ് ഇറ്റ് ക്യാൻ ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ലാൻഡ് ഇറ്റ് ക്യാൻ ജമ്പ്. വെള്ളത്തിൽ കരയിലാണെങ്കിൽ അതിന് ജമ്പ് ചെയ്ത് പോകാം, ലീപ്പ് ചെയ്യാം. ലീപ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളത്തിലാവുമ്പം ഇതിന്റെ ഈ കാല് ഉപയോഗിച്ച് ഇതിന് നീന്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഫിനിഷ്ഡ്. സമയം കഴിഞ്ഞു, കട്ടാകും ഇപ്പം. ഓക്കെ, ബൈ ദെൻ. We'll see you on next Tuesday.